പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. നിങ്ങൾക്ക് പൂച്ചക്കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമല്ലേ? ഒരു കഥ കേൾക്കൂ. 3 പൂച്ചക്കുട്ടികൾ. മക്കളെ, വലിയ മഴ വരുന്നുണ്ട്, മുറ്റത്തെങ്ങും പോകരുത്. അമ്മ പൂച്ച കുഞ്ഞുങ്ങളോട് പറഞ്ഞു. പെരുമഴ പെയ്യാൻ പോകുന്നു, പുറമേ എങ്ങും പോകരുതേ. മഴയിൽ വെറുതെ നനയരുതേ, തണുത്തു വിറച്ചു വീഴരുതേ. അമ്മ പൂച്ച ഓർമ്മിപ്പിച്ചു. പൂച്ചക്കുട്ടികളിൽ മൂത്തവനായ സ്ട്രൈപ്പൻ പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അമ്മ പറഞ്ഞതു കേൾക്കാതിങ്ങനെ മുറ്റം ചാടി നടക്കല്ലേ. മഴ വന്നാലതു പുകിലാകും, രോഗം വന്നു കിടപ്പാകും. രണ്ടാമനായ ഡോട്ടു ചേട്ടനോട് പറഞ്ഞു. സ്ട്രൈപ്പൻ കേട്ട ഭാവം നടിക്കാതെ മുറ്റത്തേക്ക് ഇറങ്ങിയത് കണ്ട് ഇളയവളായ മാരിയും കൂടെ ചെന്നു. രണ്ടുപേരും ഇറങ്ങിയപ്പോൾ ഡോട്ടുവും പിന്നാലെ നടന്നു. മുറ്റത്തിറങ്ങി പ്രാണികളെയും പൂമ്പാറ്റകളെയും ഓടിച്ചു പിടിക്കാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ശക്തമായ ഇടിയും മഴയും തുടങ്ങി. കുഞ്ഞുങ്ങൾ ഭയന്ന് നിലവിളിച്ചു. മൂത്തയാൾ വേഗം അവരെയും കൂട്ടി ഒരു ചേമ്പുലയുടെ അടിയിൽ ചെന്ന് ഇളയവരെ ചേർത്തു പിടിച്ച് ഭയന്ന് വിറച്ച് നിന്നു. ഭയമൊന്നും വേണ്ട പൈതങ്ങളെ, മഴയിപ്പോൾ മാറും, കരഞ്ഞിടണ്ട. വലിയൊരു കുടയുടെ കീഴെ നിൽക്കാം, മഴ മാറിയിടുമ്പോൾ അകത്തു പോകാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടും ഇളയ പൂച്ചക്കുഞ്ഞുങ്ങൾ ഉറക്കെ ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരുന്നു. മ്യാവൂ മ്യാവൂ മ്യാവാവൂ, അയ്യോ അമ്മേ ഭയമാണേ, മഴയിലാകെ നനഞ്ഞല്ലോ, എവിടെ പോയൻ പൊന്നമ്മേ. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട് അമ്മ പൂച്ച പാഞ്ഞെത്തി. മഴ മാറും വരെ അമ്മ അവരെ പൊതിഞ്ഞു നിന്നു. എന്നിട്ട് എല്ലാവരെയും കൂട്ടി ഒന്നും മിണ്ടാതെ വീടിനകത്തേക്ക് കയറി. അത് കണ്ടപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ വിഷമമായി. ഞങ്ങളെ ഒന്ന് വഴക്കു പറയമ്മേ, അമ്മ മിണ്ടാതിരിക്കുമ്പോഴാണ് കൂടുതൽ വിഷമം. ഇനി ഞങ്ങൾ അനുസരണക്കേട് കാട്ടില്ല എന്ന് പറഞ്ഞ് അവർ അമ്മയുടെ കാലിൽ പിടിച്ചു വലിച്ചു. കുഞ്ഞുങ്ങളുടെ സ്നേഹം കണ്ട് അമ്മ പൂച്ച അവരെ മാറി മാറി നക്കിത്തോർത്തി.